തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇടതുപക്ഷം എന്തിന് കേരളത്തിൽ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് ജനജീവിതവുമായി വളരെ അധികം അടുത്തു നിൽക്കുന്ന, ജനജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഭരണസ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. അവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ അതിന് 2016 സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുന്നത് മുതൽ സമാനതകളില്ലാത്ത ഒരു വികസന മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ മേഖലകളിലും ഇന്ന് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനവധി വികസന പ്രവർത്തനങ്ങൾ, കേരള മോഡൽ എന്നെടുത്തു പറയാൻ തക്കവിധമുള്ള വികസന പ്രവർത്തനങ്ങൾ, പുരോഗമന ആശയങ്ങളുള്ള ഇടതുപക്ഷ സർക്കാർ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് 10ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ വൻകിട പദ്ധതികൾക്കൊപ്പം വീടില്ലാത്തവർക്ക് വീട്, അർഹരായ 62 ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷനും ആശുപത്രികളിൽ സൗജന്യ ചികിത്സയും ഉറപ്പാക്കിയ ഒരു സർക്കാരാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന ബഹുമതിയും നമ്മൾ ഇന്ന് നേടിക്കഴിഞ്ഞു. അസാധ്യമെന്ന് കരുതിയിരുന്നതെല്ലാം സാധ്യമാക്കിയ വലിയൊരു മുന്നേറ്റം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ സാക്ഷ്യം വഹിച്ചത് കേരളത്തിൻ്റെ സമാനതകളില്ലാത്ത ഒരു വികസന കുതിപ്പിനാണ്. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് കേരളം ഇന്ന് ലോകത്തിന് മുന്നിൽ മാതൃകയാവാൻ കാരണം. പൊതുഭരണത്തിൽ, ആരോഗ്യ സൂചികയിൽ, പൊതുവിദ്യാഭ്യാസത്തിൽ, ഭക്ഷ്യസുരക്ഷയിൽ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ, സുസ്ഥിര വികസനത്തിൽ, PSC നിയമനങ്ങളിൽ, ലിംഗസമത്വത്തിൽ, സ്ഥിതി സമത്വത്തിലും തൊഴിൽ വേതനത്തിലും കേരളം ഇന്ന് ഒന്നാമതാണ്. K-Phone എന്ന പൊതു ഇൻ്റർനെറ്റ് സംവിധാനം ഏർപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. K-Smartലൂടെ ഭരണം ജനകീയവും സുതാര്യവുമാക്കി. പൊതുജനത്തിന് അവൻ്റെ വിരൽത്തുമ്പിലെത്തി നിൽക്കുകയാണ് ഇന്ന് എല്ലാ സർക്കാർ സേവനങ്ങളും. ഒരു സംസ്ഥാനം എന്ന നിലയിൽ അർഹമായ പല ഗ്രാൻറ്റുകളും നിഷേധിച്ചിട്ടും, വായ്പാ പരിധി വെട്ടിക്കുറച്ചിട്ടും, കിഫ്ബി പോലെയുള്ള ബദൽ സാമ്പത്തിക സംവിധാനങ്ങളിലൂടെ നടക്കില്ല എന്ന് എഴുതി തള്ളിയ പല പദ്ധതികളും ഇടതുപക്ഷ സർക്കാർ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ നടപ്പാക്കി കാണിച്ചിരിക്കുകയാണ്. ഉദാഹരണങ്ങളായി പറഞ്ഞാൽ നമ്മുടെ ദേശീയപാതാ വികസനം, വിഴിഞ്ഞം തുറമുഖം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, കൊച്ചി മെട്രോ വികസനം, സമ്പൂർണ്ണ വൈദ്യുതീകരണം, 400 kV ഇടമൺ കൊച്ചി പവർ ഹൈവേ, മലയോര ഹൈവേ, വാട്ടർ മെട്രോ തുടങ്ങിയവയെല്ലാം ആ നേട്ടങ്ങളിൽ ചിലത് മാത്രമാണ്. വികസനത്തിൻ്റെ മാനദണ്ഡം മനുഷ്യനാകണം. അതാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്നാൽ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയമാണ്. അവൻ്റെ വേദനകളിൽ പങ്കാളിയാവുക, അവൻ്റെ സന്തോഷങ്ങളിൽ പങ്കാളിയാവുക, അവൻ്റെ ആവശ്യങ്ങളിൽ കണ്ടറിഞ്ഞ് അവനെ സഹായിക്കുക, അവൻ്റെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ നയങ്ങൾ ആവിഷ്കരിക്കുക. അതാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം. വലതുപക്ഷം അത് ചെയ്യുന്നുണ്ട്. ഈ ഭരണത്തിനിടയ്ക്ക് നിലവിൽ ഇതുവരെ നിയമന നിരോധനം വന്നിട്ടുണ്ടോ? ട്രഷറി നിരോധനമില്ലാത്ത 10 വർഷക്കാലമല്ലേ കടന്നുപോയത്? ട്രഷറി പൂട്ടാത്ത 10 വർഷങ്ങൾ, പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ, നിയമന നിരോധനങ്ങളില്ലാത്ത 10 വർഷങ്ങൾ. ഒരു കാര്യം ഉറപ്പാണ്, കേരളം ഒരു 3ാം LDF ഭരണത്തെ ആഗ്രഹിക്കുന്നു. അങ്ങനെ 3ാം LDF ഭരണം വരുമ്പോൾ അതിവേഗതയിൽ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിനോടൊപ്പം കുതിക്കണമെങ്കിൽ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തിന് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവും.